ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമി എഴുതിയിരിക്കുന്ന ഒരു മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സിമി, 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഹസ്ബൻഡുമൊത്ത് സന്തോഷത്തോടുകൂടി താമസിക്കുകയാണ്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ അച്ചടക്കത്തോടുകൂടി വളർന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെക്കുറിച്ച് കൂടുതലൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും പറയുന്ന ആളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പ്രേമത്തിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുത്സിത പ്രവർത്തനത്തിനോ ഞാൻ പോയിട്ടില്ല. ഈ പറഞ്ഞത് കേട്ട് ഞാൻ നല്ലൊരു പെൺകുട്ടിയാണെന്ന് മാഡം ഒരിക്കലും കരുതരുത്. അതിന് കാരണം വീട്ടുകാർ പറഞ്ഞതുപോലെ ജീവിച്ചു എന്നുള്ളതല്ലാതെ എൻ്റെ മനസ്സ് വേറെ രീതിയിലായിരുന്നു. കാരണം സൗന്ദര്യമുള്ള പുരുഷന്മാരെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. വേലി ചാടിപ്പോകുന്ന പെണ്ണുങ്ങളോടൊക്കെ എനിക്ക് സപ്പോർട്ടാണ്. കാര്യം കാമുകന്മാരുമായി ചുറ്റിയടിക്കുന്നു. 10ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ പല കൂട്ടുകാരികൾക്കും 3-4 കാമുകന്മാരുണ്ട്. ഓരോ സ്റ്റോപ്പിലും ഓരോ കാമുകന്മാരാണ്. ഓരോരുത്തന്മാർ അറിയാതെ കറങ്ങി നടക്കുകയും പലവിധ സുഖങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. അവർ പല വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി കൊടുക്കും, കാശും കൊടുക്കും. അതെല്ലാം കൊണ്ട് അവളുമാർ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാണ്, മോഹമാണ്. പക്ഷേ ഇടയ്ക്ക് ചില പെണ്ണുങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ, നാണക്കേടിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് നിൽക്കുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷ സമയത്തും എൻ്റെ വീട്ടുകാർ എന്തിനാണ് ഇങ്ങനെ ആഭിജാത്യം പറഞ്ഞ് എന്നെ പുത്തി വളർത്തുന്നതെന്ന് എനിക്ക് പിടികിട്ടിയില്ല. വല്ലാത്തൊരു തുറങ്കലിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത്. വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ പാറിപ്പറന്ന് ചാടി ഓടിപ്പോയതിന്. അത്രയ്ക്കും എൻ്റെ മനസ്സിൽ വെമ്പലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ ആരോടും പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാകും. കൂട്ടുകാരികൾ എന്നെ കളിയാക്കുമായിരുന്നു. യാതൊരു ധൈര്യവുമില്ലാത്ത പഴഞ്ചൻ ടൈപ്പാണെന്ന് പറഞ്ഞ് ഒത്തിരി ചെക്കന്മാർ എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ അവരെ കാണുമ്പോഴേക്കും ഒത്തിരി പേടി ഭാവിക്കും. എൻ്റെ അടുത്ത് വരരുതേ, പ്രേമമൊന്നും പറയരുതേ എന്ന് പറഞ്ഞായിരിക്കും എൻ്റെ മുഖഭാവം. പക്ഷേ രഹസ്യമായിട്ട് അതിൽ സൗന്ദര്യമുള്ള പലരെയും, ശാരീരിക സൗന്ദര്യവും മുഖസൗന്ദര്യമുള്ള പല ആൾക്കാരെയും ഞാൻ മോഹിച്ചിരുന്നു. രാത്രിയാകുമ്പോൾ എനിക്ക് വല്ലാത്ത ചില മോഹങ്ങൾ ഉൾക്കൂടിനുള്ളിൽ ഇരുന്ന് ചുരമാന്തും. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, അതും ഉപയോഗിക്കാൻ കൊള്ളാത്ത പാഴ്വസ്തുക്കൾ വരെ പലപ്പോഴും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഉൾക്കഥകൾ. പക്ഷേ അതൊന്നും ആർക്കും അറിയില്ല. എങ്കിലും ഡിഗ്രിക്ക് വന്നപ്പോഴാണ് അവസാന വർഷം എൻ്റെ അടുത്തൊരു കൂട്ടുകാരിയോട് തുറന്നു പറയേണ്ടി വന്നു. അതിന് കാരണം ഞാൻ ഫസ്റ്റ് ഇയർ ചെന്നപ്പോഴേ അവൾ എന്നോട് വളരെ അടുത്ത് പെരുമാറും. അവളുടെ എല്ലാ രഹസ്യങ്ങളും എന്നോട് മറകൂടാതെ പറയും. അതുമാത്രമല്ല, മറ്റുള്ളവരെ പോലെ ഞാൻ വീട്ടുകാരുടെ കാര്യം പറയുമ്പോൾ അവൾ കളിയാക്കില്ല. എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ന്യായീകരിക്കുകയും ചെയ്യും. അതിനെന്താ, അവരുടെ വീട്ടുകാരങ്ങനെ വളർത്തിയെങ്കിൽ അവൾ അങ്ങനെ അടക്കൊതുക്കായിട്ട് നടക്കുന്നു, അതിന് നിങ്ങൾക്കെന്താ, അവളെ കളിയാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഡിഫെൻസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ രഹസ്യങ്ങളൊക്കെ കേട്ട് ഞാൻ നല്ലവളായി അവളുടെ കൂടെ നടന്നു. പക്ഷേ ഡിഗ്രി സെക്കൻഡറി ആയി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് PGക്ക് പഠിക്കുന്നൊരു ചെക്കനുമായിട്ട് ഭയങ്കര ലവ്. അവനാണെങ്കിൽ കോളേജിലെ ക്രഷാണ്. ഒത്തിരി പെണ്ണുങ്ങളെ അവൻ പ്രേമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അവൻ ഒരു റോമിയെ പോലെ ചുറ്റി നടക്കുന്ന ആളാണെന്നും കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവൾക്ക് അവനോട് കടുത്ത പ്രേമം. അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്തു. സുന്ദരിയായ ഇവളെ എന്തായാലും അവൻ സ്വീകരിക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ അവനുമായി കമ്പനിയായി. ഞാൻ പറഞ്ഞടി, അവനെക്കുറിച്ച് ആളുകൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, അവൻ 5-6 മാസം കഴിയുമ്പോഴേക്കും നിന്നെ ഉപേക്ഷിക്കുമെന്ന്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അവനെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ ഉപേക്ഷിക്കും. എനിക്ക് വേറെ ചില കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി, അല്ലാതെ അവനെ കല്യാണം കഴിക്കണമെന്നോ പ്രേമിച്ച് എന്നെയും കൊണ്ട് ഒളിച്ചോടി പോകണമെന്നൊന്നും ഞാൻ പറയില്ല. ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കല്യാണം കഴിക്കുക എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് എല്ലാവർക്കും മടുക്കും. അതിന് പകരം മതി വരുവോളം സ്നേഹിക്കുക. പിന്നെ ഒത്തില്ലെങ്കിൽ നമുക്ക് പിരിഞ്ഞു പോകാം. അതായിരിക്കും ആണിനും പെണ്ണിനും നല്ലത്. നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും എന്താണ്, ഇഷ്ടപ്പെട്ട സ്ത്രീ അവളെ കല്യാണം കഴിക്കണമെന്ന് പുരുഷനും, ഇഷ്ടപ്പെട്ട പുരുഷൻ അവനെ കല്യാണം കഴിക്കണമെന്ന് സ്ത്രീയും അങ്ങ് വിചാരിക്കുകയാണ്. ആ കൺസെപ്റ്റേ തെറ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്തോളം നമ്മൾ ഇഷ്ടപ്പെട്ട് കൊണ്ടാടുക. അത് കഴിഞ്ഞ ശേഷം ടാറ്റ പറഞ്ഞ് പിരിയുക. അതാണ് നല്ലത്. ഒരു സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയാം. ഒരു സിറ്റുവേഷനിൽ മാത്രം ഒന്നിച്ചിരിക്കുക, അത് കഴിഞ്ഞ് പിരിയുക. എടി, ഇതേതോ സിനിമാ പാട്ടിലെ വരികളല്ലേ? ആ, നീ കേട്ടിട്ടുണ്ടല്ലോ സിനിമാ പാട്ടിലെ വരികൾ. വളരെ സത്യമാണ്. അത്രയും മതി. ഒത്തുകഴിഞ്ഞ് മടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗുഡ് ബൈ ചൊല്ലി പിരിയാം. അതാണ് ഏറ്റവും നല്ലത് എന്നവൾ പറഞ്ഞു. അവളൊരു മിടിമിടിക്കുകയാണെന്ന്
എനിക്കറിയാം. പക്ഷേ അവളെക്കാൾ മിടുക്ക് എൻ്റെ ഉള്ളിൽ ഉറഞ്ഞ് ഉരുകിക്കിടപ്പുണ്ട്. അത് പുറത്തെടുക്കാൻ പറ്റില്ല. വീട്ടുകാരുടെ സമീപനം ഒട്ടും ശരിയല്ല. ഞാൻ വന്നുപെടേണ്ടത് വല്ല അമേരിക്കക്കാരുടെ ഫാമിലിയിലായിരുന്നു എങ്കിൽ ഞാനിവിടെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് ചുറ്റി ഉറഞ്ഞു നടന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ മാമൂലുകളുള്ള കുടുംബത്തിൽ വന്നുപെട്ടുപോയി. എന്ത് ചെയ്യാൻ? അവളെപ്പോൾ എനിക്കാകാൻ പറ്റില്ലല്ലോ. എങ്കിലും അവളുടെ പ്രണയത്തിന് ഞാൻ കൂട്ടുനിന്നു. അവനാണെങ്കിൽ ഇടയ്ക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും കാറിൽ. മാഡം, ഒരിടത്ത് ഒരു പുഴയും പിന്നെ കടലും ചേരുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ സൈഡിൽ കുറേയധികം കാടുണ്ട്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാടി ചെടികളുടെ ഒരു തോട്ടം, കാറ്റാടിക്കഴകൾ വിൽപ്പനയ്ക്ക് എന്ന വഴിയരികിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അത്തരം മരങ്ങൾ തിങ്ങി വളരുന്ന ഒരു സ്ഥലം. അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ്. അവിടെ കവിതാക്കളായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും വരാറുണ്ട്. ആണുങ്ങളും വരെ വരാറുണ്ടെന്ന് അവൾ പറഞ്ഞു. എന്തായാലും സംഘടിത പ്രവർത്തനത്തിന് അനുയോജ്യമായൊരു സ്ഥലമാണ്. പിന്നെ നാട്ടുകാരുടെ ശല്യമുണ്ടത്രേ. ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ ഇങ്ങനെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങും, അല്ലെങ്കിൽ കയ്യിലുള്ളതൊക്കെ പിടിച്ചു വച്ചുകൊണ്ട് പോകും എന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ അടുത്ത് അത് നടക്കില്ല. കാര്യം ഇവൻ ഒരു സ്പോർട്സ്മാനാണ്. ഒരു 5 പേര് വന്നാലും അവൻ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് അവന് പേടിയില്ല. അവൾക്കറിയാം ഓൾറെഡി അവൻ പല പെണ്ണുങ്ങളെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇവൾക്കും അതിൽ പ്രശ്നമൊന്നുമില്ല. ഞാനെന്തിനാണ് കാർട്ടൂണിലെ പട്ടിയെപ്പോലെ ഇവരുടെ പുറകെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു കൗതുകമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ അവന് എന്നോട് ശല്യമൊന്നുമില്ല, എന്നോട് റെസ്പെക്റ്റാണ്. അവളും അവനും കൂടെ കയറിപ്പോകുമ്പോൾ പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ അതിലൂടെ നടക്കും. അപ്പോൾ അവരുടെ ചില സീനുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവൾ കാറ്റാടി മരത്തിന് താഴെ കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ പൂജകൾ അർപ്പിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ കാറ്റാടി മരം നന്നായി ഉലയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപഴത്തിൻ്റെ കൂടെ അവളുടെ ചില സൗണ്ടുകളും ഞാൻ കേട്ടിട്ടുണ്ട്. 10, 15, 20 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും പോകാറില്ല. ഹ്രസ്വ ആനന്ദങ്ങൾ മാത്രം മതിയെന്ന് തോന്നുന്നു അവർക്ക്. അല്ലാതെ വലിയ വലിയ ഹോട്ടലുകളോ റിസോർട്ടുകളോ അന്വേഷിച്ച് പോകുന്നില്ല. അവനും താല്പര്യമില്ലെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോൾ ഇവള് വൈകിട്ട് വേറൊരുത്തി. അങ്ങനെയാണല്ലോ. അവൾക്ക് ഒന്നിലും കൂസലില്ല. അങ്ങനെ പഠനകാലം കഴിയുന്നത് വരെ അവൾ ആസ്വദിച്ചു. PGക്ക് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. PGക്ക് പക്ഷേ എനിക്ക് കുറേ പേപ്പറുകൾ മിസ്സായി. അവളത് എഴുതിയെടുക്കുകയും ചെയ്തു. ഞാൻ പിന്നെ കംപ്ലീറ്റ് ചെയ്തല്ലാതെ അതിൻ്റെ വേറെ കാര്യത്തിനൊന്നും പോയില്ല മാഡം. അപ്പോഴേക്ക് വീട്ടുകാർക്ക് എന്നെ കെട്ടിച്ചയച്ചേ പറ്റുകയുള്ളൂ. എങ്കിലും ജാതകം എന്ന വില്ലൻ അത് ഒത്തിരി താമസിപ്പിച്ചു. പക്ഷേ എനിക്ക് ഇവളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവളുടെ കല്യാണം ആദ്യം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, എടി പണ്ട് മരങ്ങളുടെ ഇടയിൽ കാറ്റാടിക്കഴകൾ നന്നായി ആടുമ്പോൾ എനിക്കും ഒത്തിരി മോഹങ്ങളുണ്ടായിരുന്നു. ഉള്ളിലൊളിപ്പിച്ച മോഹങ്ങൾ. പക്ഷേ ഒന്നും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ടാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ അങ്ങ് പൊട്ടിച്ചിരിച്ചു. എടി വീട്ടിലെ സിറ്റുവേഷൻ വീട്ടുകാരുടെ മനസ്സിലിരുന്നോട്ടെ. അവിടെ ചെല്ലുമ്പോൾ നീയും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നല്ല കുട്ടിയെ പെരുമാറുക. പക്ഷെ ഞാൻ പ്രേമിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരറിയില്ലേ? എടി പ്രേമിക്കാനൊന്നും പോകരുത്. അത്യാവശ്യം ഇഷ്ടം തോന്നുന്ന ആളുകളുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുക. എന്താണ് വേണ്ടത് അത് അനുഷ്ഠിക്കുക. എന്നിട്ട് തിരിച്ചു പോരുക. ആദ്യമേ പറഞ്ഞിരിക്കുക, പ്രേമം കല്യാണം ഒന്നും എനിക്ക് പറ്റില്ല. വീട്ടുകാർ പറഞ്ഞ ആൾക്കാരെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കൊന്ന് വട്ടം കൂടാം, അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എൻജോയ് പോവുക. എടി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾക്ക് നമ്മളോട് താല്പര്യം തോന്നുമോ? അതുമാത്രമല്ല അവർ നമ്മളെക്കുറിച്ച് മറ്റു രീതിയിലല്ലേ വിചാരിക്കുള്ളൂ. തെരുവിൽ നിൽക്കുന്ന പെണ്ണിനേക്കാൾ മോശമായിട്ടല്ലേ അവർ കാണുക. ഓ അങ്ങനെയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പ്രാക്ടിക്കലായി നടക്കുകയില്ല. അവർ നമ്മൾ പറയുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് പുച്ഛിക്കുമായിരിക്കും. എങ്കിലും അവർക്കും അതാണ് ഇഷ്ടം. തലയിലാകാത്തൊരു പെണ്ണ്, ഹ്രസ്വകാല ബന്ധം, അതായിരിക്കും അവർക്കും ഇഷ്ടം. നിനക്ക് ആണുങ്ങളുടെ കെമിസ്ട്രി അറിയാത്തത് കൊണ്ടാണ്. എന്തിനാണ് വെറുതെ പ്രേമിച്ച് തേച്ച് വെറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണങ്ങി പിരിഞ്ഞു പോകുന്നത്? അതിലും നല്ലത് ഇടയ്ക്ക് കുറച്ചു കാലം നന്നായി ആസ്വദിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പാട്ടിന് പോകാം. എവിടെയെങ്കിലും പോയി കല്യാണം കഴിച്ച് സെറ്റിലാകാം. ഞാൻ ചോദിച്ചു, എടി അവനില്ലാതെ നിനക്ക് വേറെ കാമകന്മാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എടി PG കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിൽ കുറേ കാലം നിന്നില്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ ജോലിക്ക് പോയത്. ആ സമയത്ത് ഞാൻ നാടിനടുത്തുള്ള പല ആൾക്കാർക്കും എന്നെ അടുത്തറിയാൻ അവസരം കൊടുത്തു. പണ്ട് എൻ്റെ മനസ്സിൽ ഗാഢമായി പതിഞ്ഞു പോയ പല പുരുഷ സ്വരൂപങ്ങളുമുണ്ട്. അവർക്കൊക്കെ ഞാൻ അവസരം കൊടുത്തടി.
കണ്ണും കാലും കാണിക്കാൻ എനിക്കൊരു മടിയുമില്ലായിരുന്നു. കാര്യം കാറ്റാടിക്കഴകളിൽ ആടിയാടി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ധൈര്യം വന്നു. 1 പോയി 2 പോയി 3 പോയി 4 കോരി മുത്ത് കോരി എന്നല്ലേ പറയുന്നത്. ഒന്നങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മോളെ എത്ര മുത്ത് വേണമെങ്കിലും നമുക്ക് മുങ്ങി തപ്പിയെടുക്കാം. അതുകൊണ്ട് ഒത്തിരി അനുഭവങ്ങൾ ഞാൻ ഉണ്ടാക്കി. ഇനിയിപ്പം വിവാഹം നല്ല കുട്ടിയായി അങ്ങ് നടക്കും. അത് കഴിഞ്ഞ ശേഷം എന്താണെന്നറിയില്ല, ഭർത്താവിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. നല്ലവനാണെങ്കിൽ നല്ല രീതിയിൽ ഞാൻ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സഹിക്കും. അത് കഴിയുമ്പോൾ എൻ്റെ തനി സ്വഭാവം അങ്ങേര് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവ് അങ്ങേര് ഒരു പാഠം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് ഒരിക്കലും അയാളായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഹതഭാഗ്യനും അയാളായിരിക്കും എന്ന് പറഞ്ഞു. നീ ഇനി കളിയാക്കൊന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി ജീവിക്കുക എനിക്കും അറിയാം. ഭർത്താവ് നല്ലവനാണെങ്കിൽ ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിക്കും. ഇനി അങ്ങേർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോളെ ഞാൻ അടങ്ങി ഒതുങ്ങിയില്ല. ഞാൻ പറഞ്ഞു, കാണാം. അവളുടെ കല്യാണത്തിന് അത്യന്തികം ഞാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സുന്ദരനാണ് അവളുടെ ഭർത്താവ്, നന്നായി സംസാരിക്കുന്ന ആളുമാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം അവൾ വയനാട്ടിലേക്കങ്ങ് പോയി. അത് കഴിഞ്ഞ് മാഡം എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിനെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. പാവ മനുഷ്യനാണല്ലോ, നല്ല സ്വഭാവമാണ്, ഒരു പതിഞ്ഞ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അങ്ങനെ ഞങ്ങൾ ഫോൺ വിളികളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ഒരു കുട്ടി ഉണ്ടായി മാഡം. എനിക്ക് ഹസ്ബൻഡിനും ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടേ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്താ കുട്ടികളില്ലാത്തതെന്ന്. ഞങ്ങൾ നോക്കി, പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, 2 പേരും പെർഫെക്റ്റാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, എക്സസൈസൊക്കെ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ശരിയാകും, സ്വാഭാവികമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു 6 മാസത്തിന് മുമ്പാണ് ഒരു ദിവസം ഒരു അത്ഭുതം സംഭവിച്ചത്. അവൾ എന്നോട് പറഞ്ഞു, എടി ഹസ്ബൻഡിനില്ലേ സ്ഥലം മാറ്റമായി, നിങ്ങളുടെ സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും തനിയാണ് താമസിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ അനിയനാണ് തറവാട്ട് വീട്, അവിടെയാണ് അമ്മായിമ്മയൊക്കെ. ഞങ്ങൾ 2 പേരും ഇവിടേക്ക് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഹസ്ബൻഡ് വാങ്ങിയ വീടാണ്, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പുള്ളി രാവിലെ പോയിട്ട് വൈകിട്ടിങ് വരുമല്ലോ, അധികം ദൂരെയങ്ങല്ല ജോലി, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് എൻ്റെ അമ്മ വന്ന് താമസിക്കും, അമ്മാമ്മയും വല്ലപ്പോഴും വരും, അങ്ങനെയൊക്കെയുള്ളൂ. ഹസ്ബൻഡ് നല്ലവനാണെന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമൊക്കെയാണ്. പിന്നെ ഒരു സ്ലോ ടൈപ്പാണെന്ന് തോന്നിയിട്ടുണ്ട്. അവൾ പണ്ട് കാറ്റാടി മരം ഉലച്ച അതേപോലുള്ള ഫീലിങ്സ് ഒന്നും എനിക്കില്ല. എങ്കിലും കുഴപ്പമില്ല, സ്നേഹവുമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ മറുകര കാണിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റില്ലെങ്കിലും അദ്ദേഹം നന്നായി തോണിത്തൊഴയും. പക്ഷേ അദ്ദേഹം മറുകര എത്തുമെങ്കിലും ഞാൻ പലപ്പോഴും എത്താറില്ല. എങ്കിലും തോണി നന്നായി തുഴയുമല്ലോ എന്നോർത്ത് ഞാൻ വെറുതെ വിട്ടു. കൂടുതലൊന്നും പരീക്ഷിച്ച് നോക്കാനുള്ള അവസരവുമില്ല. ഞാനിപ്പോഴും കുലസ്ത്രീയും കുലീനയുമാണല്ലോ. അങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾ ഈ സന്തോഷ വാർത്ത പറയുന്നത്. എൻ്റെ വീടിനോടൊന്നും ഒരു 300 മീറ്റർ അകലെയാണ് അവൾ വന്ന് താമസിച്ചത്. വാടകയ്ക്കാണ്. ആ വീട് വാങ്ങിക്കാനുള്ള ഉദ്ദേശവും അവർക്കുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 2 പേരും കൂടെ കെട്ടിപ്പിടിച്ച് ഒത്തിരി നേരം സന്തോഷിച്ചു. അല്ലാതെ എന്താ ചെയ്യുക, ഇതിലും വലിയ ആനന്ദം എങ്ങനെയുണ്ട്. പിന്നീട് അവൾ എൻ്റെ വീട്ടിൽ വരും, ഞാൻ അവളുടെ വീട്ടിൽ പോകും, ഞങ്ങൾ 2 പേരും കൂടെ ആകും എല്ലാ സമയത്തും. അവൾക്കാണെങ്കിൽ ഹസ്ബൻഡിനെ ഒട്ടും മൈൻഡില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിയിട്ട എന്തോ ഒരു ജീവിയെ പോലെയാണ്. വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ അയാൾ വരും, പോടാ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പോകും. അങ്ങനെയാണ്. അയാൾക്ക് ഇവളെ വലിയ പേടിയാണ്. അയാൾ എതിർത്തൊന്നും പറയില്ല. നല്ല തണ്ടും തടിയുമുള്ള ആണൊരുത്തൻ ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എന്തെങ്കിലുമൊക്കെ അവൾ കയർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ അയാൾ എന്നോട് കണ്ണടച്ച് കാണിക്കും, സാരമില്ലെന്ന്. അവളുടെ സ്വഭാവമായിട്ട് അയാൾ പൊരുത്തപ്പെട്ടു. ശരിക്കും ഒരു പാവാട താങ്ങി തന്നെ. കൊള്ളാം, നല്ലൊരു ഭർത്താവ് എന്ന് ഞാനും വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല. ഈ കാര്യത്തിലൊക്കെ സ്ലോ ആണെങ്കിലും മറ്റു കാര്യങ്ങളിൽ ഇത്തിരി മുൻശുണ്ടിയും ദേഷ്യവും ആഭിജാത്യവും ഒക്കെയുള്ള ആളാണ്. കുലീനനാണ്, കുലീനൻ. എനിക്ക് ചില സമയത്ത് ഇവരുടെ ജീവിതം കണ്ട് അസൂയ വന്നു. അവൾ എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന ഭർത്താവ്. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയില്ല. ഹസ്ബൻഡ് ഇത്തിരി ഒരു മൂരാച്ചിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ എൻ്റെ വീട്ടിൽ വരും, ഹസ്ബൻഡിനോടൊക്കെ നല്ല കമ്പനിയാണ്. പക്ഷേ ഹസ്ബൻഡിന് ഇവളുടെ തുള്ളാട്ടം അത്ര ഇഷ്ടമല്ല. അവൾ ഇത്തിരി ഇളക്കക്കാരിയാണെന്ന് പറയും. ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, അവൾ എന്നോട് മിണ്ടാല്ലേ വരുന്നത്, നിങ്ങൾ അവളുടെ അടുത്തോട്ട് പോകാതിരുന്നാൽ മതി, കണ്ട് വിഷ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കോളാൻ പറയും. അപ്പോൾ പുള്ളി തലയാട്ടുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള അമിതമായ കൂട്ടും കെട്ടും പോക്കും വരവും ഒന്നും പുള്ളിക്ക് അത്ര ഇഷ്ടമല്ല. ഇടയ്ക്ക് എന്നെ വാൺ ചെയ്യും. ഞാൻ പറയും, അവളുടെ കൂടെ ഞാൻ പണ്ടേ പഠിച്ചതാണ്, അവളുടെ സ്വഭാവമൊന്നും ഞാൻ
കണ്ടുപിടിക്കാൻ പോകുന്നില്ല, നിങ്ങളും നിങ്ങളുടെ കാര്യം നോക്കും മനുഷ്യ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, എടി എങ്ങനെയാണ് നിൻ്റെ ഹസ്ബൻഡ്, എന്താ അതിന് കുട്ടികളുണ്ടാകാത്തതും, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറ, ഫോണിലായതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചോദിക്കാതിരുന്നത്. ഇപ്പോൾ നിനക്ക് എന്നോട് ഡയറക്റ്റായിട്ട് പറയാമല്ലോ എങ്ങനെയാ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, മോളെ ഇങ്ങനെ ഒഴുക്കുള്ള വെള്ളത്തിൽ കൂടെ തോണി തുഴഞ്ഞ് പോകും, എന്നിട്ട് മോളെ എന്തെങ്കിലും ഉണ്ടാകുമോ, മലവെള്ളപ്പാച്ചിൽ വന്നോ എന്ന് അവൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മോളെ, തോണി അങ്ങ് തുഴയും, ചിലപ്പോൾ അക്കരെ ചെന്നായി, ചെന്നില്ലെങ്കിലായി. വെള്ളപ്പാച്ചിലുമില്ല, മലവെള്ളപ്പാച്ചിലുമില്ല, നദി ഒഴുകുന്നു, തോണി പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും നിനക്ക് മോഹത്തിനനുസരിച്ചൊരു പുരുഷനെ കിട്ടില്ലല്ലോടി. കണ്ടാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെ ഇത്രയും സ്ലോ ആണെന്ന് എനിക്കറിയില്ല. നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഓർത്തു നല്ല ജോലിയായിട്ടിരിക്കുകയാണെന്നും, കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചിരുള്ളൊരുത്തരാണെന്നും. ഞാൻ പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? അങ്ങേര് സൂപ്പറാടി, പക്ഷേ ഇത്തിരി പ്രശ്നക്കാരനാണ്, മോഹം ഇത്തിരി കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യമേ ഡൗട്ടുണ്ടായിരുന്നു. വേറെങ്ങും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേടിപ്പിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു പാവയെപ്പോലെ അങ്ങേർ ആടണം, നല്ല രീതിയിൽ എൻ്റെ അടിമയെപ്പോലെ നിർത്തില്ലെങ്കിലേ ചാടിപ്പോകും. അത്രയ്ക്കും ഭയങ്കരമായ ഊർജ്ജസ്വലതയുള്ള ആളാണ്. അതാണ് എനിക്ക് പേടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നത്. എടി, ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അടിമയെപ്പോലെ പുള്ളി ആക്ട് ചെയ്യുമെങ്കിലും അദ്ദേഹം നീ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസിന് പോകുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അത് കറക്റ്റാടി. പിന്നീട് എനിക്ക് സംശയം തോന്നി. അതുകൊണ്ട് പുള്ളിയുമായിട്ട് ഞാനൊരു കരാർ വെച്ചു. എന്ത് കരാറ്? പുള്ളിക്ക് അത്ര മോഹം തോന്നുന്ന, പുള്ളി ഇഷ്ടപ്പെടുന്ന, പരസ്പരം ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എങ്കിൽ ഞാൻ അനുവദിക്കാം. എന്തിന്? പണ്ട് നമ്മൾ കടപ്പുറത്തൊക്കെ പോയില്ലേ, അതേപോലെ സംഗമത്തിന് മാത്രം, ജസ്റ്റ് സംഗമത്തിന് പോവുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ. വാട്സാപ്പ് എന്ത് കാര്യങ്ങളും എന്നെ കാണിക്കണം, ഓപ്പൺ ആയിരിക്കണം, എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം പ്രേമിക്കാനുള്ളതോ ഒളിച്ചോടി പോകാനോ കുടുംബം നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. പുള്ളിക്ക് പോകാം, തിരിച്ചു വരാം, അത്രയേ ഉള്ളൂ. ക്യാഷ് കൊടുക്കുക അല്ലെങ്കിൽ സ്നേഹം കൂടുതൽ കൊടുക്കുക, അതൊന്നും പറ്റില്ല. ഈ ഒരു കാര്യം ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ കുറച്ച് സമയം കൊടുക്കുക. ആ സമയം കഴിയുമ്പോൾ വീണ്ടും പഠിക്ക് വന്നോണം, ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും ഉറഞ്ഞതുള്ളും. അങ്ങനെ ഞാൻ 2-3 സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരന് എന്നോട് എല്ലാം ചിട്ടയായിട്ട് പാലിക്കും. അത്ര ഇഷ്ടമാണെങ്കിൽ പുള്ളിയുടെ മൊബൈൽ എടുത്ത് നോക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ അത് കാണും. എന്തെങ്കിലും സംഗമങ്ങളുണ്ടെങ്കിൽ ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള സംഗമങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് എപ്പോഴും നല്ല രീതിയിൽ ഭവ്യതയോടുകൂടി നിൽക്കും. നീ മിടിക്കുകയാണ്, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ പുള്ളിയോട് പറഞ്ഞിട്ട്? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാൻ ശീലാവധിയായിട്ട് അങ്ങ് ഭാവിക്കും. എനിക്ക് മനസ്സിലായി, ഒരാളോട് മാത്രമേ ഇങ്ങനെ അയഞ്ഞ സമീപനം പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാമോ, സ്ട്രിക്റ്റായ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ കുറച്ച് സാധിച്ചു കൊടുക്കുന്നൊരു ഭാര്യ. പക്ഷേ ഞാൻ കുടുംബിനിയാണ് എന്ന് ഭാവിച്ചു. ഇടയ്ക്ക് ആരോടും പറയാതെ, അങ്ങനെ അറിയാതെ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോന്നു. പക്ഷേ അതൊരു ഫോൺ കോൾ പോലും തെളിവില്ലാതെ ആയിരിക്കും. കാര്യം ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ, അത് കഴിഞ്ഞ് എൻ്റെ പുറകെ വരരുത്. അങ്ങനെ ആകുമ്പോൾ അടുത്തടുത്ത ആളുകൾക്കൊക്കെ നമുക്ക് ഒത്തിരി അവസരം കൊടുക്കാടി. താമസിച്ച വീടിനടുത്തുള്ള പല ആൾക്കാരും എന്നെ നോക്കിയാൽ ഞാൻ നോക്കും, പക്ഷെ മൊബൈൽ നമ്പരോ ചാറ്റോ ഒന്നുമില്ല. കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കുക, ഒരു മുഹൂർത്തത്തിൽ കാണുക, ശുഭം, ദാറ്റ്സ് ഓൾ. അല്ലാതെ റിസ്ക് ഒന്നും എനിക്ക് വയ്യ. പണ്ടത്തെ പോലെ തന്നെ മോളെ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എന്നെ ഒരു ദേവതയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ പല കഥകളും പറഞ്ഞ് കുറച്ച് നാളായി കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല, നിനക്ക് കുട്ടി ഉണ്ടാകണം, അതുമാത്രമല്ല നിൻ്റെ ഭർത്താവ് കുറച്ചുകൂടെ മെച്ചപ്പെടുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു, അങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റില്ല. മെച്ചപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ അനുഭവിച്ചറിയാനല്ലേ എൻ്റെ ചേട്ടനുള്ളത്. അദ്ദേഹത്തിനാണെങ്കിൽ ദാഹവും മോഹവും കൂടുതലാണ്. ഞാനങ്ങ് പറയാം, അയ്യോ നിൻ്റെ ഭർത്താവോ, വേണ്ടടി, ഇല്ലടി, ഒരു പ്രശ്നവുമില്ല, നീ വിചാരിക്കുന്ന പോലെയുള്ളൊരു പുരുഷനായിരിക്കും അദ്ദേഹം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നിനക്ക് അനുഭവവേദ്യമാകും. അല്ലെങ്കിൽ നിനക്ക് പണ്ടേ ഒത്തിരി ചാടാനും തുള്ളാനും വേലിക്കല്ല് പൊളിക്കാനൊക്കെ ഇഷ്ടമല്ലേ? വ്യത്യസ്തമായ അനുഭവങ്ങൾ എൻ്റെ ഭർത്താവിൽ കൂടിയാകട്ടെ, നീ പിന്നീട് ഒത്തിരി മെച്ചപ്പെടും മോളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. ഇല്ലില്ല, ഞാൻ ഹസ്ബൻഡിനോട് പറയവിടി, അങ്ങനെയും ഇപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഒരു കമ്പനിയില്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. എങ്കിലേ എനിക്കും പല കാര്യങ്ങളും മറയായിട്ട് അദ്ദേഹം അറിയാതെ പുറത്ത് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴേക്കും എനിക്ക് കുറ്റബോധമില്ലാതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അവളുടേത് എന്ത് ഐഡിയോളജിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും അവൾ ഹസ്ബൻഡിനോട്
എന്നോട് പറഞ്ഞു. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്നെ ഇഷ്ടമായിട്ടുള്ള രീതിയിലാണ് പണ്ടേ പെരുമാറുന്നത്. അതുകൊണ്ട് അയാൾക്ക് സമ്മതം. അങ്ങനെയാണ് അവളുടെ നിർബന്ധം മൂലം ഉച്ചയ്ക്ക് അദ്ദേഹം ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നത്. ഞാനും പോയി. അവൾ പറഞ്ഞു, ഞാൻ അടുക്കളയിൽ പണിയായിരിക്കും, പുറത്തൊക്കെ കാണും, രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവുക, ഒരു 4 മണിയാകുമ്പോൾ പുറത്ത് വന്നാൽ മതി. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്നും എനിക്ക് നാണവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്കൊരു കൂസലുമില്ല. പിന്നെ അവളുടെ ഹസ്ബൻഡും ഓക്കെയാണ്. കാര്യം അവർക്കിതിനു മുമ്പേ ഇത്തരം പല കടമ്പകളും ഉണ്ടായിരുന്നു കടക്കാൻ. അത് കടന്നു വന്നവരല്ലേ, അപ്പോൾ പ്രശ്നമില്ല. അയാൾ എന്നോട് പറഞ്ഞു, വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്, യഥാർത്ഥ ശാലിന സൗന്ദര്യം തനിക്കാണ്. ഒത്തിരി സുന്ദരിയാണ് താൻ. തൻ്റെ ചുണ്ടുകൾക്ക് തന്നെ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. ശരിക്കും പണ്ടത്തെ ഒരു നടിയെപ്പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ നടിയെപ്പോലെ തോന്നുന്നില്ലേ? ഇപ്പോഴത്തെ നടിമാരെക്കാൾ യഥാർത്ഥ സൗന്ദര്യം പണ്ടത്തെ നടിമാർക്കാണെന്ന് പുള്ളി പറഞ്ഞെന്നെ സ്വാന്തനിപ്പിച്ചു. അന്ന് ആ മഹാമനുഷ്യൻ എനിക്ക് പകർന്നു തന്നത് പുതിയൊരു ലോകവും പുതിയൊരു സ്നേഹവുമാണ്. അന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ഹസ്ബൻഡിൽ നിന്നും ഒരു പുരുഷനിലേക്കുള്ള ദൂരം ഒത്തിരി ദൂരമുണ്ടെന്ന്. ദൂരത്തിൻ്റെ കൂടുതൽ കൊണ്ട് അന്ന് ഞാൻ 10 വട്ടം മറുകര താണ്ടിയോ എന്ന് ഞാൻ സംശയിച്ചു പോയി മാഡം. അന്ന് 1 മണിക്കൂർ കൊണ്ട് 2 മറുകരയെങ്കിലും താണ്ടി ഞാൻ ആർത്ത് വിളിച്ചു. അവൾ പുറത്തു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു, ഇന്ന് ശരിക്കും നീ ഒത്തിരി സന്തോഷവതിയല്ലേന്ന്. ഞാൻ പറഞ്ഞാണെന്ന്. പിന്നീട് ആ വീട്ടിൽ വെച്ച് ഞാൻ ഒത്തിരി വട്ടം മറുകരകൾ താണ്ടി ആർത്താർത്ത് വിളിച്ചു. എനിക്ക് അദ്ദേഹത്തോട് പ്രണയമായി. അദ്ദേഹത്തിന് എന്നോടും. മുറിക്കകത്ത് കയറുമ്പോൾ ശരിക്കും ഞങ്ങൾ പ്രണയിനികളെ പോലെയാണ്. അദ്ദേഹം പറഞ്ഞത് ഉള്ളു തുറന്ന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് പ്രണയം തോന്നിയത് എന്നോടാണെന്നാണ്. എനിക്കാണെങ്കിൽ അദ്ദേഹത്തോടും പ്രണയം അതിനകത്ത് മാത്രം. പുറത്തു വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപരിചിതരെ പോലെ അല്ലെങ്കിൽ പോലും ഒരു ഫ്രണ്ട്സിനെ പോലെ, അത്രയേ ഉള്ളൂ. അവളുടെ മുന്നിൽ ഞങ്ങളൊന്നും പ്രകടിപ്പിക്കാറില്ല. മാഡം, ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ്. അതിനുത്തരവാദി അവളുടെ ഭർത്താവ് തന്നെയാണ്. പക്ഷേ ഈ വിവരം എൻ്റെ വീട്ടിലെ അറിഞ്ഞിട്ടുള്ളൂ. അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല മാഡം. പറയണം, അടുത്ത ദിവസങ്ങൾ തന്നെ പറയണം. മാഡം, എമർജൻസി ആയിട്ട് എൻ്റെ കത്തൊന്ന് വായിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹസ്ബൻഡും നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ അറിഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് വിശ്വസിക്കുന്നത് ഹസ്ബൻഡ് കുഞ്ഞാണെന്നാണ്. അതുകൊണ്ട് ഹസ്ബൻഡ് കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കുക. ഇതിപ്പോൾ അതിൻ്റെ രഹസ്യം എന്തായെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കുഞ്ഞായിട്ട് അതിനെ കരുതി മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ. രണ്ടാണുങ്ങൾ ഒരേ സമയത്തുണ്ടല്ലോ. അപ്പോൾ അയാളുടെ കുഞ്ഞാണെന്ന് വേണമെങ്കിലും കരുതാം. ഇതേ ഇത്തരം സന്ദർഭങ്ങളിൽ പറ്റുള്ളൂ എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ പ്രേമമാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി വേറെ ജീവിതം ആരംഭിക്കാം എന്നോ വല്ലോ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ അത് 2 കൂട്ടർക്കും ചെയ്യുന്നൊരു ദ്രോഹമാണ്. നിങ്ങളുടെ കൂട്ടുകാരി നല്ലവളല്ലെങ്കിൽ കൂടി അവൾക്ക് ചെയ്യുന്നൊരു വിശ്വാസ വഞ്ചനയാണ്. പിന്നെ നിങ്ങളുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. അങ്ങേരോടും നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. എന്തായാലും ഈ കാട്ടിക്കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു തെറ്റിന് പ്രായച്ചിതെന്ന് പറയുമ്പോഴേക്കും ഇതോടുകൂടി ഒരു കുഞ്ഞുണ്ടാകുന്നതോടുകൂടി ഇത്തരം അലുകുലത്തെ ബന്ധങ്ങളെല്ലാം നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കുട്ടിയുമായിട്ട് ജീവിക്കുക. നമ്മളെ എന്ത് തെറ്റിയതെന്ന് പറഞ്ഞാൽ അത് തിരുത്താനുള്ള അവസരമാണ് ഈ വന്നിരിക്കുന്നത്. കൂട്ടുകാരോട് സന്തോഷം പങ്കുവയ്ക്കുക. ഹസ്ബൻഡാണ് കാരണക്കാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ അവൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അവളോട് പറഞ്ഞിട്ടല്ലേ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത്. അപ്പോൾ 2 കുടുംബങ്ങളും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും അനുകൂലത്ത് കാണിച്ച സ്ഥിതിക്ക് 2 കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മാനേജ് ചെയ്ത് സമാധാനപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുക. അതിൽ ഭയങ്കരമായ കുറ്റബോധമോ അല്ലെങ്കിൽ തെറ്റോ ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അനുകൂലത്തുകൾ നിർത്തുക എന്നുള്ളതല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കി നിങ്ങളുടെ ഇടയിലുള്ള ബന്ധം കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാഹസികമായ കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യരുത്. അടങ്ങാനും ഒതുങ്ങാനുമുള്ള ഒരു സമയമായിട്ട് കരുതി 2 ബന്ധങ്ങളും നന്നായി മാന്യമായി മറച്ചു വെച്ച് മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ജീവിക്കുക. തെറ്റുകൾ തിരുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എനിക്കറിയില്ല.